എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മധുര പലഹാരവുമായിട്ട് തന്നെയാണ്. ദീപാവലിയോടനുബന്ധിച്ച് ഇതിനു മുൻപ് 2 വീഡിയോ ഞാൻ മധുര പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയി കാണണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജാങ്കരിയാണ്. നമ്മുടെ നാട്ടിൽ ജിലേബി എന്നും പറയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഉഴുന്ന് 1/4 കിലോ, അത് കുതിർത്ത് വെച്ചതാണിത്. ഒരു 4-5 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ട്. അരിപ്പൊടി 2-3 ടേബിൾ സ്പൂൺ എടുക്കാം. അത് അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ്. പഞ്ചസാര 600 ഗ്രാം, കപ്പിന് എടുക്കുകയാണെങ്കിൽ ഒരു 2-2.5 കപ്പോളം എടുക്കാം. ബേക്കിംഗ് സോഡ ഒരു നുള്ള്, ഫുഡ് കളർ ഒരു ഓറഞ്ച് റെഡാണ് എടുക്കേണ്ടത്, അതൊരു ടീസ്പൂൺ ഇട്ടാൽ മതി. ചെറുനാരങ്ങ നീര് ഒരു 1-2 ടീസ്പൂൺ. റോസ് വാട്ടർ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് എടുക്കാം. ഇനി ഈ ഉഴുന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അത് വളരെ കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വെള്ളം തിരിച്ച് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. വളരെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മയത്തിലാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ 1/2 കപ്പോളം വെള്ളം തിരിച്ച് ചേർത്തിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത്. 3 ട്രിപ്പായിട്ടാണ് അരച്ചത്. വളരെ മയത്തിൽ അരച്ച് കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണ്. ഇനി കുറച്ച് ബേക്കിംഗ് സോഡ ഒരു നുള്ള്. ഇനി ഓറഞ്ച് റെഡ് കളറ് 1 ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറയ്ക്കാം. പഞ്ചസാര പാനി റെഡിയാക്കാൻ നമ്മൾ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിൽ ഞാനൊരു 1/4 ഇഞ്ച് മുകളിലാണ് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ. അതേ സമയം കൊണ്ട് നമുക്ക് ജാഗരിക്കുള്ള ഒരുക്കാം. ഈ മാവ് ഞാനിതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ടിപ്പിൽ ഇവിടെ ഒരു ഹോൾ ഇട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാം. നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ആദ്യം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് നോക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. പഞ്ചസാരപ്പാനി നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്തിടാം. നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിക്കുകയാണ്, കട്ടയാവാതിരിക്കാൻ. പിന്നെ റോസ് എസൻസും ഇതിൻ്റെ കൂടെ ഒഴിക്കുകയാണ്. തീ കുറച്ചിട്ടിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഓഫ് ചെയ്യാം. നാരങ്ങ നീര്, റോസ് എസൻസ് ഒന്നുകൂടി തളവന്ന് ഓഫ് ചെയ്യാം. ഇത് ഒറ്റനൂൽപ്പരവും വേണ്ട, ഒരു അരനൂൽപ്പരവും മതി. അതായത് നല്ലപോലെ ഒന്ന് കൊളുത്താൽ മതി. പഞ്ചസാര പാനി ഓഫ് ചെയ്യാണ്. ഇത് നല്ലോണം കൊഴുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കണ ജാഗരീനെ ഇതിലേക്ക് ഇടാം. ഇതൊന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് വയ്ക്കുക. കുറച്ച് നേരം ഇങ്ങനെ 10-20 സെക്കൻഡ് ഇങ്ങനെ വെച്ച് വയ്ക്കുക. തിരിച്ചും മറിച്ചും. ഈ സിറപ്പിൽ ആദ്യം നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ്. നല്ലപോലെ ഈ പഞ്ചസാര പാനി അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എണ്ണ അധികം എടുക്കരുത്. എണ്ണ അധികം എടുത്താൽ നമുക്കതിങ്ങനെ പിഴിയുമ്പോൾ ഇങ്ങനെ ഇന്ന് കളിക്കും. അപ്പോൾ അത് വേണ്ട. കുറച്ച് എണ്ണയിൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്യണത് ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായ ജാങ്കരി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ.